Hello and welcome with my channel OSCE with Bimel. OSCE with Bimel എന്നുള്ള എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഹാപ്പി ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ദ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ ഓസ്കിയിൽ എനിക്കൊരു 4 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർ 4 പേരും പാസ്സായി. എനിക്ക് 100% പാസ് റേറ്റാണ്. ഇന്നാണ് അവരുടെ റിസൾട്ട് വന്നത്. ഇത് ജനുവരി നടന്ന എക്സാമിനേഷനാണ്. ഇപ്പോഴാണ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പം റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഇവർ 4 പേരും പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാപ്പി ന്യൂസാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഓസ്ട്രേലിയൻ ഓസ്കി എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള ഒരു ഗൈഡ് ലൈൻസ്, ബിക്കോസ് ഞാനാണ് ഓസ്ട്രേലിയൻ ഓസ്കി MWT ഗ്ലോബൽ അക്കാഡമിയിലെ ലീഡ് ഓസ്കി ട്രെയിനറാണ്. ഞാൻ ഓസ്കി ഓസ്ട്രേലിയ ചെയ്യുന്നുണ്ട്, UK ചെയ്യുന്നുണ്ട്, അതുപോലെ അയർലൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഞാൻ ചെയ്യുന്നുണ്ട്. CBT റെഗുലർ പ്രോഗ്രാം ഉണ്ട് രാവിലെ, അതുപോലെ തന്നെ നൈറ്റ് പ്രോഗ്രാം ഉണ്ട്. ദാറ്റ്സ് 9 to 10 o'clock in the night. അപ്പം ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയൻ ഓസ്കി വളരെ കുറഞ്ഞ സക്സസ് റേറ്റ് ആയിരുന്നു. റീസെൻ്റ്ലിയാണ് ഞാൻ ഒരു 6 മാസം മുമ്പാണ് ഞാൻ ഓസ്ട്രേലിയൻ ഓസ്കി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓസ്കി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയൻ ഓസ്കി അവരെ ഒരു മൊത്തത്തിലൊരു എന്തുവാണ് സീക്രസി ഉണ്ട്, അതായത് ഡിസ്ക്രീറ്റ്നെസ് എന്ന് പറയും. അവരെന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല, അവരെങ്ങനെയാണ് ഓസ്കി നടത്തുന്നത് അവർ പറയുന്നില്ല. അപ്പോൾ കുറച്ച് ഹാർഡായിരുന്നു അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ നമ്മൾ കുറേ എഫേർട്ട് എടുത്ത് അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം അവർ ഓരോ രീതി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മൾ മാറ്റി ട്രെയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിന് ഇന്ത്യയിൽ ഞങ്ങൾ മാത്രമേ ഓസ്ട്രേലിയൻ ഓസ്കി ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഓസ്ട്രേലിയൻ ഓസ്കി ട്രെയിൻ ചെയ്യുന്ന ഏക ട്രെയിനർ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 100% സക്സസ് റേറ്റോട് കൂടിയാണ് നമ്മൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ആർക്കെങ്കിലും ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, 1 വീക്ക് ട്രെയിനിങ് പ്രോഗ്രാം പ്ലസ് ഒരു അഡീഷണൽ ആയിട്ടുള്ള 3 ഡേയ്സിൻ്റെ ടൈം മാനേജ്മെൻറ്റ് പ്രോഗ്രാം. അതായത് 8 മിനിറ്റിലേക്ക് അവർ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം ട്രയൽ എന്ന് പറയും. അപ്പോൾ അവർക്ക് 8 മിനിറ്റിലേക്ക് സ്റ്റേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു 3 ദിവസം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇൻറ്റൻസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് ടൈം അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റുഡൻസിനോട് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. അപ്പോൾ അവരുടെ നിന്നുള്ള കുറച്ച് ഫീഡ്ബാക്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ സെഷനിൽ. ഒന്നാമത്തത്, അപ്പോൾ കുറേ ഫീഡ്ബാക്സ് ഈ കുട്ടികൾ എനിക്ക് തന്നു. അപ്പോൾ അവർ പാസ്സായി കഴിഞ്ഞ കുട്ടികളുടെ ഫീഡ്ബാക്സാണ് ഞാൻ മെയിൻലി അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം പാസ്സാകാത്ത കുട്ടികളാകുമ്പോഴത്തേക്ക് അവർക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ കിട്ടത്തില്ല. പാസ്സായ കുട്ടികളുടെ ഫീഡ്ബാക്കാണ്. അപ്പോൾ എനിക്ക് 100% സക്സസ് റേറ്റാണ്. എനിക്ക് സെൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് എല്ലാം എനിക്ക് പാസ്സാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്നാണ് അവർ പറയുന്നത്. ഒന്നാമത്, ഈ സ്റ്റേഷൻ്റെ അകത്ത് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ UK ഐറിഷ് സെനാരിക്കകത്ത് ആക്ടേഴ്സ് ഉണ്ട്, പക്ഷേ അവരുടെ അകത്ത് മജോറിറ്റീൻ്റെ അകത്തും മാനിക്കനാണ് വെച്ചിരിക്കുന്നത്. അതേസമയം ഓസ്ട്രേലിയൻ സെനാരിക്കകത്തും മജോറിറ്റിക്കകത്തും ആക്ടേഴ്സാണ്. അതെല്ലാം പ്രൊഫഷണൽ ആക്ടേഴ്സാണ്. എന്ന് വെച്ചാൽ അവർ പേഷ്യൻസാണ്. അവരവിടെ ഇതുവരെ ഒരു ടീച്ചിങ് ഹോസ്പിറ്റൽസാണെന്ന് തോന്നുന്നു ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ വൈറ്റൽ സൈൻ നോക്കുകയാണെങ്കിൽ ആ പേഷ്യൻ്റെ വൈറ്റൽ സൈൻ ചിലപ്പോൾ പൾസ് റേറ്റ് ചിലപ്പോൾ 160-150, ഈ പേഷ്യൻ്റെ AFലായിരിക്കും. അപ്പോൾ അത്ര നാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യുന്ന പേഷ്യൻസിനെ അവർ ആക്ടേഴ്സായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാനിക്കനുള്ള സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BLSഉം SBAR മാത്രമേ ഉള്ളൂ. ഈ മാനിക്കനുള്ള സ്റ്റേഷൻ അത് BLSഉം SBAR ഉള്ളതുകൊണ്ട് ആ സ്റ്റേഷൻ്റെ അകത്ത് മാത്രം നമ്മൾ മാനിക്കനെ അപ്രോച്ച് ചെയ്താൽ മതി. പക്ഷേ ഇതുകൊണ്ട് മറ്റേ സ്റ്റേഷനിനകത്ത് മാനിക്കൻ വരാൻ മേലാകുകയില്ല. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാനിക്കൻ സ്റ്റേഷൻസ് വളരെ കുറവായിരുന്നു. മജോറിറ്റിയും ആക്ടേഴ്സാണ് വെച്ചിരുന്നത്. അതുപോലെ തന്നെ പ്രിപ്പറേറ്ററി ട്രേ, നമുക്കൊരു ട്രേ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് ഈ മെഡിസിനും ഒക്കെ പ്രിപ്പയർ ചെയ്തെടുത്തുകൊണ്ട് പോകാനായിട്ട്, അല്ല ഇഞ്ചക്ഷൻ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ട്രേ. മജോറിറ്റി സ്റ്റേഷനകത്ത് ട്രേ ഇല്ല. അപ്പോൾ അവർ ചെറിയൊരു മെഡിസിൻ ട്രേ, നമ്മുടെ ഒരു ചതുരാകൃതിയുള്ള മെഡിസിൻ ട്രേ, അല്ലെ കിഡ്നി ട്രേ, അങ്ങനത്തെ ഒരു കിഡ്നി ട്രേ മാത്രമേ നമുക്ക് ആ സ്റ്റേഷനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കും. അതുപോലെ തന്നെ പേഷ്യൻറ്റ് IV ഫ്ലൂയിഡ് ഫ്ലഷ്, IV ഫ്ലൂയിഡ് നമ്മുടെ ഇൻട്രാവീനസ് IV ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനുണ്ട്. അതല്ലാതെ തന്നെ ഒരു പേഷ്യൻറ്റിന് നിങ്ങൾ ഇഞ്ചക്ഷൻ IV ആയിട്ട് പുഷ് ചെയ്യണം, അതായത് IV മെഡിക്കേഷൻ കൊടുക്കണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനുണ്ട്. അപ്പോൾ ഇത് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത സ്റ്റേഷൻ. അപ്പോൾ ആ സ്റ്റേഷൻ്റെ അകത്ത് ഈ കുട്ടികളോടൊക്കെ ചോദിച്ചത് ഫ്രൂസമൈഡ്, എമർജൻസിക്ക് അത് പേഷ്യൻ ശ്വാസമുട്ടായിട്ട് വന്നിരിക്കുകയാണ്, ഫ്രൂസമൈഡാണ് അവരുടെ എന്തുവാണ് മെഡിസിനായിട്ട് അവൈലബിൾ ആയിരിക്കുന്നത്, അത് കൊടുക്കണമെന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. അപ്പോൾ അത് ഒരു പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ കിഡ്നി ബേസിൻ, ഞാൻ പറഞ്ഞു കിഡ്നി ബേസിനാണ് മെജോറിറ്റി ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഷാർപ്പ് ബിന്ന്, സാധാരണ കൊടുക്കുന്നത് ഒരു ചെറിയൊരു സ്റ്റാർ ബിന്നായിരിക്കും സാധാരണ എല്ലാ സ്റ്റേഷനും അവൈലബിൾ ആക്കി തരുന്നത്. പക്ഷേ ഇവരുടെ സ്റ്റേഷൻ്റെ അകത്തെല്ലാം വലിയ സ്റ്റാർ ബിൻസാണ് അവൈലബിൾ ആക്കി തന്നിരിക്കുന്നത്. ആ ഷാർബിന് ട്രോളിയിലായിരിക്കും, ചിലപ്പോൾ ആ ഷാർബിന് ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഷാർബിൻ എവിടെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് ഷാർബിനിൽ നമ്മൾ
ഈ സാധനങ്ങൾ ഡിസ്കാർഡ് ചെയ്യുക, പോയിൻ്റ് ഓഫ് സോഴ്സിൽ ഡിസ്കാർഡ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചോണം. അതുപോലെ ആൽക്കഹോൾ വിഡ്രോവൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആൽക്കഹോൾ വിഡ്രോവൽ അസസ്മെൻറ്റിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഇടുന്നുണ്ട്. ആൽക്കഹോൾ വിഡ്രോവൽ അസസ്മെൻറ്റിൽ കുട്ടികൾ അവരൊക്കെ ചോദിക്കും, എന്ത് ഈ പേഷ്യനോട് ചോദിക്കും, അതുപോലെ എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, എന്ത് ക്വസ്റ്റ്യനാണ് നിങ്ങൾ എസ്കലേറ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് മജോറിറ്റി കുട്ടികൾ ഈ ആൽക്കഹോൾ അസസ്മെൻറ്റ് സ്റ്റേഷൻ്റെ അകത്ത് ഫെയിൽഡാണെന്ന് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പം അത്തരം ഒരു സ്റ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ മജോറിറ്റി സ്റ്റേഷനിലെ ആക്ടേഴ്സിനെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ സൈഡ് റെയിൽസ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വേറൊരു കാര്യം, മജോറിറ്റി സ്റ്റേഷനകത്തും സൈഡ് റെയിൽസ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ഇനി സൈഡ് റെയിൽസ് അവിടെ റിസ്ട്രെയിൻ ആണ്. ഇനി സൈഡ് റെയിൽസ് ഇട്ടെന്നും പറഞ്ഞ് ഇടാത്ത സ്റ്റേഷൻ്റെ അകത്ത് സൈഡ് റെയിൽസ് ഇടാൻ പോകണ്ട. സൈഡ് റെയിൽസ് ഇട്ടിട്ടില്ലാത്ത സ്റ്റേഷനിൽ സൈഡ് റെയിൽസ് ഇടുകയും വേണ്ട. അപ്പോൾ എന്താണോ അവിടെ ഉള്ളത് അതനുസരിച്ച് മാനേജ് ചെയ്യുക. ഇനി നമ്മൾ ഏതെങ്കിലും കാരണവശാൽ സൈഡ് റെയിൽസ് എടുത്തിട്ടാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നതെങ്കിൽ അത് തിരിച്ചും കിട്ടേക്കണം. അല്ലാതെ ഉള്ള സൈഡ് റെയിൽ നമ്മൾ പിടിച്ചിടാണ്ട് ഇതിനെ തിരിച്ചിടാൻ നോക്കണ്ട, ഇല്ലെങ്കിൽ വിട്ടേക്കുക. അപ്പോൾ ആ രീതിയിൽ വേണം സൈഡ് റെയിൽസ് മാനേജ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇസ്ബാർ മജോറിറ്റി സ്റ്റുഡൻസിനും കിട്ടിയത് ഇസ്ബാർ പല രീതിയിൽ കിട്ടുന്നുണ്ട്. അതായത് ഇസ്ബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സ് ടു നേഴ്സ് ഷിഫ്റ്റ് ഹാൻഡ് ഓവറാണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ നിങ്ങൾ ജി പി ക്ലിനിക്കിലെ നേഴ്സാണ്. അപ്പോൾ ജി പി ക്ലിനിക്കിലെ നേഴ്സാകുമ്പോൾ നിങ്ങളൊരു പുറത്തുള്ള ഫിസിയോതെറാപ്പിസ്റ്റിന് നിങ്ങൾ ഹാൻഡ് ഓവർ കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു പെരി ഓപ്പറേറ്റീവ് സെറ്റപ്പിലുള്ള നേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് റിസീവിംഗ് നേഴ്സ് നിങ്ങൾ ഹാൻഡ് ഓവർ കൊടുക്കുക. നിങ്ങൾ അനസ്തെറ്റിക് റിക്കവറി റൂമിലാക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പല സെനാരിയോസ് അവർ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റേഷൻ്റെ ഡിസ്ക്രിപ്റ്റർ, അത് സ്റ്റേഷൻ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നത് നിങ്ങൾക്കൊരു എസ് ബാർ മെത്തേഡിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ പേഷ്യൻ്റെ സിറ്റുവേഷൻ, റീസൺ ഫോർ അഡ്മിഷൻ ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട്, മെഡിക്കൽ സർജിക്കൽ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ഇവൻറ്റ്സ് ദാറ്റ് ഇസ് ലീഡിങ് ടു ദ കറണ്ട് സിറ്റുവേഷൻ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അസുഖം വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് മൂവ് ചെയ്ത് വന്നത് എന്നുള്ള ബാക്ക്ഗ്രൗണ്ട്. തന്നെ അത് ഈ ആക്ഷൻ ഓർ അസസ്മെൻറ്റ് എന്താണ് ഇതിനിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ എന്താണ് ഈ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു എസ് ബാർ മെത്തേഡിലാണ് സാധാരണ ഈ സെനാരിയോ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ വലിയ സ്റ്റോറി ബോർഡായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഒന്ന് വായിച്ച് നോക്കിയിട്ട് അത് വേണ്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ. അതുപോലെ ആക്ടേഴ്സ് വലിയ പാനിക്കൊന്നും ആകത്തില്ല. അവർ സ്റ്റേബിൾ ഇനഫാണ്. അവർ നിങ്ങളുമായിട്ട് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങളുമായിട്ട് സംസാരിക്കും, നിങ്ങൾ ചോദിക്കുന്ന ആൻസറൊക്കെ പറയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേഷൻ ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കാം. ഒത്തിരി നേരത്തെ നിങ്ങൾ ഇറങ്ങിപ്പോകാതിരിക്കുക നല്ലത്. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാനിപ്പം ഇത്രയും വർഷമായിട്ട് ഒരു 6 മാസമായിട്ട് കൂടുതലായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഇപ്പോൾ കംപ്രഷൻ വെന്റിലേഷൻ, സി പി ആറിൻ്റെ അകത്ത് കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ സാധാരണ സി പി ആർ 1% കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്രഷനുള്ള സി പി ആർ ആണ് അവരിപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത്. നേരത്തെ അവർ കംപ്രഷനും 2 വെന്റിലേഷനും ഉണ്ട്. അപ്പോൾ വെന്റിലേഷൻ നിങ്ങൾക്ക് രണ്ടാമത് ഒരു അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെന്റിലേഷൻ അഡ്വൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കംപ്രഷനുള്ള സി പി ആറിലേക്ക് പോവുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈ ഷാർബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ മെഡിസിൻ പോട്ട്. അപ്പോൾ നമ്മൾ സാധാരണ മെഡിസിൻ നമ്മൾ പേഷ്യൻ്റ് കൊണ്ട് കൊടുക്കാനായിട്ട് ചെറിയ മെഡിസിൻ കപ്പ് നമുക്ക് അവൈലബിൾ ആക്കി തരും. ഈ മെഡിസിൻ കപ്പ് വെച്ചിട്ട് പേഷ്യൻ്റ് അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് നമ്മൾ ആക്ടാണ് മെഡിസിൻ അവർ ടേക്കൺ എന്നാണ് പറയുന്നത്. ഇനി അതല്ല നമ്മൾ മാനിക്കനാണെങ്കിൽ നമുക്ക് പേഷ്യൻ്റെ അടുത്തേക്ക് മാനിക്കൻ കൊടുത്തിട്ട് മാനിക്കനടുത്ത് റെസ്പോണ്ട് ചെയ്യും. പക്ഷേ മിക്കവാറും ഇവിടെ ആക്ടറായിരിക്കും. അതല്ലെങ്കിൽ വളരെ റെയറായിട്ട് മാനിക്കൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാനിക്കൻ്റെ അടുത്ത് ചിലപ്പം ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരിക്കും. ആ മനുഷ്യൻ പറയും ഞാൻ ഹസ്ബൻഡ് അപ്പനാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിൽ വരും. നമുക്ക് എക്സാക്ട്ലി ഒന്നും പ്രവചിക്കാൻ പറ്റത്തില്ലാത്ത അൺയൂഷ്വൽ ആയിട്ടുള്ള സെനാരിയോസ് വരും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് സിറ്റുവേഷൻ വായിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് ബിഹേവ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ എനിക്ക് ഈ 4 കുട്ടികൾ ജയിച്ച 4 കുട്ടികളും കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചുള്ള എൻ്റെ ഒരു അസംഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്നാണ് വിശ്വാസം. ഓസ്ട്രേലിയൻ ഓസ്കിയെക്കുറിച്ച് ട്രെയിനിങ് ആവശ്യമുള്ളവർ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾക്ക് റെഗുലർ പ്രോഗ്രാമുണ്ട് ഓസ്ട്രേലിയൻ ഓസ്കി. ഞങ്ങളാണ് ഇന്ത്യയിലെ ഓസ്ട്രേലിയൻ ഓസ്കി കൊടുക്കുന്ന ഏക സെൻറ്റർ. ഞങ്ങൾ 100% സക്സസ് റേറ്റിൽ ഓസ്കി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനാണ് ഈ ഓസ്ട്രേലിയൻ ഓസ്കി കൊടുക്കുന്ന ഏക ട്രെയിനർ ഇന്ത്യയിൽ. അതുപോലെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഓൺലൈൻ സപ്പോർട്ട്, ഏതെങ്കിലും ഒരു സ്റ്റേഷനോ അല്ലെങ്കിൽ സ്റ്റേഷൻ്റെ ചാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഓൺലൈൻ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഇത് കോൺടാക്ട് ചെയ്തുകൊണ്ടെങ്കിൽ വീക്കെൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അവധി ദിവസങ്ങളിൽ ഞാൻ ഓൺലൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു ഓസ്ട്രേലിയൻ ഓസ്കി സെനാരിയെക്കുറിച്ചുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഈ ഹാപ്പി ന്യൂസ്, അതായത് 100% സക്സസ് റേറ്റ്, 4 പേര് എഴുതി 4 പേരും ജയിച്ചു. ആ ഒരു സക്സസ് റേറ്റ്, ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് വന്നിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇടുന്നത്. ഇത്രയും നേരം വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
എൻ്റെ ചാനൽ സബ്സ്ക്രിപ്ഷന് കൂടുതലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് കൂടുതൽ വീഡിയോ ഇടാനായിട്ടുള്ള ഒരു എന്തൂസിയാസം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബെൽ ബട്ടൺ നിങ്ങൾ പ്രസ് ഡൗൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് സ്ട്രൈറ്റ് അവേ കിട്ടും. അപ്പോൾ ഞാൻ ഉടൻ തന്നെ ഓസ്ട്രേലിയൻ ഓസ്കിയിലുള്ള പുതിയ അപ്ഡേറ്റ്സിൻ്റെ സ്റ്റേഷൻസുമായിട്ട് ഉടൻ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ CBTക്കകത്തുള്ള വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ഐറിഷ് ആപ്റ്റ്യൂഡ് ഉണ്ട്. UK ഓസ്കി ഉണ്ട്. UK ഓസ്കി ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം ഒത്തിരി ആൾക്കാരത് പഠിപ്പിക്കുന്നതായതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഓസ്കി ചെയ്യുന്നുണ്ട്, അത് ഞാൻ പതുക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഓസ്കി അണ്ടർ വൺ റൂഫ്, അതാണ് ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്. ഞാൻ എല്ലാ ഓസ്കിയും ചെയ്യുന്ന വ്യക്തിയാണ്. 1 by 1 ആയിട്ട് 100% സക്സസ് റേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓസ്കി ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ CBT ഞാൻ ഉണ്ട്. CBT രാവിലെ ഉണ്ട്, വൈകിട്ടും ഉണ്ട്. എന്നെ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓൺലൈൻ പ്രോഗ്രാമാണ്, 15 hours CBT, ന്യൂമറിക്കൽസ്, ക്ലിനിക്കൽസ്, അതുപോലെ തന്നെ 5 domains ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓൾഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആവശ്യമുണ്ടെങ്കിൽ അതിന് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. സോ ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഇതുപോലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും.